ഹായ് ഓൾ, വെൽക്കം ടു കരിയർ മലയാളം 24/7. എൻ്റെ പേര് ജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ആണ്. കേന്ദ്ര വിദ്യാലയ അതുപോലെ തന്നെ നവോദയ വിദ്യാലയയില് PGT TGT റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. എന്താണ് PGT TGT റിക്രൂട്ട്മെന്റ് എന്നും അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് PGT TGT റിക്രൂട്ട്മെന്റ് ആട്ടോ. ഇത് മാത്രമല്ല, ഒത്തിരി അധികം റിക്രൂട്ട്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഈ റിക്രൂട്ട്മെന്റ് എല്ലാം നിങ്ങളെ എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് 1288 കേന്ദ്രീയ വിദ്യാലയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1288 കേന്ദ്രീയ വിദ്യാലയങ്ങള്, 653 നവോദയ വിദ്യാലയങ്ങളുണ്ട്. 653 നവോദയ വിദ്യാലയത്തില് 2000-ലധികം അധ്യാപക ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മൊത്തം ഇത്രയും വിദ്യാലയങ്ങളിൽ 2000-ലധികം ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അധ്യാപക ഒഴിവുകൾ മാത്രമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നമ്മളത് പറയും, പിന്നീട് പറയും കേട്ടോ. അധ്യാപക ഒഴിവുകൾ മാത്രമല്ല, ഒത്തിരി അധികം ഒഴിവുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഇപ്പൊ തുടങ്ങാം. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 4-ാം തീയതിയാണ്. അപ്പൊ ഡിസംബർ 4-ന് മുമ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ ഡിസംബർ 4-ാം തീയതി എന്ന് പറയുമ്പോൾ ഒത്തിരി സമയം ഉണ്ടെന്ന് വിചാരിക്കരുത്. ഇന്നിപ്പോ 20-ാം തീയതി ആയി. ഡിസംബർ 4 എന്ന് പറയുമ്പോൾ ഇതേ പെട്ടെന്ന് ആവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഓക്കെ, 4-ാം തീയതിക്കുള്ളിൽ എത്രയും പെട്ടെന്ന് നാളെയോ മറ്റന്നാളൊക്കെ അപേക്ഷിക്കുക. ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒഴിവുള്ള വിഷയങ്ങൾ ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മലയാളം, സംസ്കൃതം, സോഷ്യൽ സയൻസ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ലൈബ്രറി, ആർട്ട്, മ്യൂസിക്. ഇത്രയും വിഷയങ്ങൾക്കാണ് ഒഴിവുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിവിലെ ഈ ഒരു വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവർക്ക് ഈ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുക. ഇനി അതുപോലെ തന്നെ ഇതിന്റെ PGT എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആണ് PGT. ഈ PGTയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കണം, അതിന്റെ ക്വാളിഫിക്കേഷൻ, എത്രയാണ് ഒഴിവ്, സാലറി ഒക്കെ നമുക്ക് നോക്കാം. ഇവിടെ ഇതിന്റെ പേ സ്കെയില് വരുന്നത് ഇതിലെ ഒഴിവ് 1465 ഒഴിവുകൾ ഉണ്ട് കേട്ടോ. 1465 ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത്. അതായത് അത്യാവശ്യം നല്ല ഒഴിവുകളാണ് അല്ലെ 1465 എന്ന് പറയുന്നത്. ഇതിന്റെ പേ സ്കെയിൽ എത്രയാണ് നമുക്ക് നോക്കാം. പേ സ്കെയിൽ വന്നിട്ട് 47,500 രൂപ മുതൽ 1,51,100 രൂപ വരെയാണ് ഇതിന്റെ പേ സ്കെയില്. അപ്പോൾ 47,500 രൂപ മുതൽ ബേസിക് പേയുടെ കാര്യമാണ് പറയുന്നത്. ഇതിന്റെ കൂടെ നമുക്കറിയാം ഒത്തിരി അലവൻസും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ബേസിക് പേ എന്ന് പറയുന്നത് 47,500 രൂപ മുതൽ 1,51,100 രൂപ വരെയാണ് വരുന്നത്. ഇനി എന്താണ് ഇതിന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PG ഡിഗ്രിയും വേണം, അതുപോലെ തന്നെ BEdും വേണം. ഓക്കെ, എന്താ വേണ്ടത്? ഒരു PG ഡിഗ്രി അതുപോലെ തന്നെ BEd നിങ്ങൾക്ക് വേണം. PG നിങ്ങൾക്ക് എടുത്തിരിക്കണം. PGയുടെ കൂടെ BEd ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PGT എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ഡൗട്ട് ഉണ്ട്, CTET റിക്വയർഡ് ആണ്, അത് ആവശ്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആവശ്യമല്ല കേട്ടോ. CTETയുടെ ആവശ്യം ഇതിനില്ല. അപ്പൊ പിന്നെ അത് സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ പല ആൾക്കാരും പല എക്സാമിനും CTET വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു എക്സാമിന് PGT, എസ്പെഷ്യലി PGT എക്സാമിന് CTET വേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ ഇതിൽ എത്ര വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം? 40 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. 40 വയസ്സ്. അപ്പൊ നമുക്ക് തോന്നും 40 വയസ്സ് വരെ ഉണ്ടോ, അപ്പൊ പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? യെസ്, എന്തായിരുന്നു? ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇപ്പോ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 43 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. ഇനി SC ST ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വയസ്സ് വരെ അപേക്ഷിക്കാമെന്ന് അറിയാവോ? 45 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ളതിലും എന്തായിരുന്നു? ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. നമുക്ക് ഏജ് റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഗവൺമെന്റ് ഒരു പരീക്ഷകളിലാണെങ്കിൽ എന്തായിരുന്നു? ഏജ് റിലാക്സേഷൻ കൃത്യമായിട്ട് ഉണ്ടാവും അല്ലെ. ഓരിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ ഇപ്പോ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഏജ് റിലാക്സേഷൻ അല്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ അങ്ങനെ എന്തെങ്കിലും എല്ലാ കാറ്റഗറിയിലും ഇപ്പോ 10 ഇയേഴ്സ്, ഇപ്പൊ PGT ഒക്കെ ആണെങ്കിൽ ഈ ലൈബ്രറിയൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന്റെ കൃത്യമായിട്ട് ഏജ് റിലാക്സേഷൻ ഇവിടെ വരുന്നുണ്ട് ഈ ഓൾറെഡി ഉള്ള പോസ്റ്റുകൾക്ക്. പിന്നെ അതുപോലെ തന്നെ
ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് സർവീസ്മാന് അങ്ങനെയുള്ള ഒരുപാട് PWD കാൻഡിഡേറ്റ്സിന്, ഇപ്പൊ PWD കാൻഡിഡേറ്റ്സിന് നോർമലി എത്ര വർഷമാണ്? 10 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതായത് ഒരു ജനറൽ കാൻഡിഡേറ്റിനാണെങ്കിൽ ഒരു PWBD ജനറൽ കാൻഡിഡേറ്റിനാണെങ്കിൽ 10 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതായത് 50 വയസ്സ് വരെ എഴുതാം അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ. ഇനി OBC ആണെങ്കിലോ അവർക്ക് 53 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 55 വയസ്സ് വരെയും എഴുതാൻ സാധിക്കും. അപ്പൊ റിലാക്സേഷൻ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, ഏജ് റിലാക്സേഷൻ ഇവിടെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് PGT ആയതുകൊണ്ടാണ് ഇത്രയും ഏജ് റിലാക്സേഷൻ വരുന്നത്. അപ്പൊ 43, 45 എന്ന് ഓർത്ത് വെക്കുക, അത് മറക്കരുത്. അതിൽ ഒരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഇനി അടുത്തത് TGT എന്തായിരുന്നു? ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആണ് TGT എന്ന് പറയുന്നത്. ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് എന്തായിരുന്നു? ഡിഗ്രിയുടെ കൂടെ BEdുമാണ് വരുന്നത്. ഡിഗ്രിയുടെ കൂടെ BEdുമാണ്. അപ്പൊ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, കൂടാതെ എന്ത് വേണം? BEdും കൂടിയിട്ട് നിങ്ങൾക്ക് വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ ഒരു പേപ്പറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് CTET പേപ്പർ 2 മാൻഡേറ്ററി പേപ്പർ ആണ്. ഓക്കെ, ഇതിൽ എന്തായിരുന്നു? മറ്റേതിൽ PGTയിൽ എന്തായിരുന്നു? നമ്മൾ ഇത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്തായിരുന്നു? നമ്മുടെ പേപ്പർ 2 എന്ന് പറയുന്നത് CTET പേപ്പർ 2 മാൻഡേറ്ററി ആണെന്ന് ഇവിടെ പറയുന്നുണ്ട് TGTയില്. ഓക്കെ, ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 35 വയസ്സാണ്. അപ്പൊ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. SC ST ആണെങ്കിൽ 40 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ സിലബസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതില് എക്സാം പാറ്റേൺ പറയുന്നത് 2 രീതി, Tier 1ഉം Tier 2 ആണ് വരുന്നത്. Tier 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചർ ആണ്. നമുക്കറിയാം പലപ്പോഴും Tier 1 എക്സാമുകൾ അല്ലെങ്കിൽ പ്രിലിംസ് എന്നൊക്കെ പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചർ മാത്രമായിരിക്കില്ല. അപ്പൊ എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്, ക്വാളിഫയിങ് നേച്ചർ തന്നെയാണ് Tier 1 എന്ന് പറയുന്നത്. അപ്പൊ Tier 1ല് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. എത്ര മാർക്കാണ്, എത്ര സമയത്തിനുള്ളിലാണ് എഴുതി തീർക്കേണ്ടതെന്ന്. അപ്പൊ Tier 1നെ സംബന്ധിച്ചിടത്തോളം 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഒരു ചോദ്യത്തിന് 3 മാർക്കാണ് വരുന്നത്. ഒരു ചോദ്യത്തിന് 3 മാർക്ക്. അങ്ങനെ 300 ചോദ്യത്തിന് 300 മാർക്കാണ് വരുന്നത്. അപ്പൊ എന്തൊക്കെ സബ്ജക്റ്റ് ആണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം ജനറൽ റീസണിങ് ആണ്. അടുത്തത് ന്യൂമറിക്കൽ എബിലിറ്റി. അപ്പൊ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. അപ്പൊ അതിനെന്തായിരുന്നു? 20 മാർക്ക് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്തറിയണം? മാത്സ് അറിയണം. നല്ല രീതിയിൽ മറ്റെന്തറിയണം? നിങ്ങൾക്ക് മെന്റൽ എബിലിറ്റിയുടെ അറിവ്, അതായത് മാത്സ് ആൻഡ് റീസണിങ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഈ ഒരു എക്സാമിനല്ല, ഏതൊരു എക്സാം എടുത്താൽ പോലും മാത്സ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പൊ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാം, മാത്സ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. സോ മാത്സ് ആൻഡ് റീസണിങ് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 20 മാർക്കാണ് മാത്സിനും, 20 മാർക്കാണ് റീസണിങ്ങിനും. മാർക്കല്ല, 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതം 60 മാർക്കാണ് റീസണിങ്ങിന് വരുന്നത്. ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതം 20 ചോദ്യങ്ങൾക്ക് 60 മാർക്കാണ് ന്യൂമറിക്കൽ എബിലിറ്റിക്കും വരുന്നത്. ഓക്കെ, ന്യൂമറിക്കൽ എബിലിറ്റിക്കും ആ ഒരു മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി 20 ചോദ്യങ്ങൾക്ക് 60 മാർക്കാണ് വരുന്നത്. ഓക്കെ, 20 ചോദ്യങ്ങൾക്ക് എന്തായിരുന്നു? 60 മാർക്കാണ് ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസിയിൽ വരുന്നത്. ഓക്കെ, ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസിയിൽ 20 മാർക്കിന് 20 ക്വസ്റ്റ്യൻസിന് 60 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ജനറൽ നോളേജ് 20 ചോദ്യങ്ങളാണ്. ജനറൽ നോളേജ് എന്തായിരുന്നു? 20 ചോദ്യങ്ങളാണ് വരുന്നത്. 20 ചോദ്യങ്ങൾ എത്ര മാർക്കാണ്? 60 മാർക്കാണ്. 20 ചോദ്യങ്ങൾ 60 മാർക്കാണ് വരുന്നത്. ഓക്കെ, ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതം 60 ചോദ്യങ്ങളാണ് വരുന്നത്. ഇനി അടുത്തത് ജനറൽ കമ്പ്യൂട്ടർ നോളജ് നമ്മൾ പറഞ്ഞു. ജനറൽ നോളജ് 20 മാർക്ക് 60 ചോദ്യം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജനറൽ നോളജിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ജനറൽ നോളജിൽ ഉൾപ്പെടുന്നത് ഹിസ്റ്ററി ഉൾപ്പെടും. പിന്നെ എന്താ ഉൾപ്പെടുന്നത്? ജോഗ്രഫി. അപ്പൊ ഹിസ്റ്ററിയും ജോഗ്രഫി എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഹിസ്റ്ററിയും ജോഗ്രഫിയും, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, സയൻസ്, ഇന്ത്യൻ പൊളിറ്റി. ഓക്കെ, പൊളിറ്റി അല്ലെ, കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ കറണ്ട് അഫയേഴ്സ്, സയൻസ്, ഇന്ത്യൻ പൊളിറ്റി, എക്കണോമിക്സ്, പിന്നെന്താ വരുന്നത്? ആർട്ട് ആൻഡ് കൾച്ചർ, സ്പോർട്സ്,
ഇതൊക്കെ എവിടെ വരും? ജനറൽ നോളേജിൽ വരും. അപ്പൊ ഇതെല്ലാമാണ് ഇവിടെ ഉള്ളത്. ജനറൽ നോളേജ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 20 മാർക്കിന് തന്നെ ഇത്രയും സബ്ജക്ട് നമ്മൾ പഠിച്ചു തീർക്കണം. അതുകൊണ്ടാണ് മറ്റേതിലൊക്കെ നമ്മൾ എന്തായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത ഇവിടെ ഇപ്പൊ 2 മാർക്ക് കുറഞ്ഞാലും ഓഫ്കോഴ്സ് കുറയും. കാരണം എല്ലാവർക്കും അത്രയും ഭയങ്കര എല്ലാ കാര്യത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയില്ല അല്ലെ. അപ്പൊ പല കാര്യങ്ങൾക്കും നമുക്ക് അറിയാത്തതുണ്ടാവും. അപ്പൊ നമുക്ക് റിസ്ക് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ മാത്സും റീസണിങ്ങും അങ്ങനെയൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. കൃത്യമായിട്ട് സിലബസ് ഉള്ള കാര്യങ്ങൾ നന്നായി പഠിച്ചു വെച്ചാൽ നമ്മുടെ ഒരു റിസ്ക് എലമെന്റ് എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പൊ അതൊരു ഉപകാരമുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ലാംഗ്വേജ് കോമ്പറ്റൻസി ടെസ്റ്റ് വരുന്നുണ്ട് ഇംഗ്ലീഷിന്റെ. അത് 10 മാർക്കാണ് വരുന്നത്. ഓക്കെ, ലാംഗ്വേജ് കോമ്പറ്റൻസി ടെസ്റ്റ് 10 മാർക്കിന് 10 ക്വസ്റ്റ്യൻ ആട്ടോ വരുന്നത്. 30 മാർക്ക്. ഓക്കെ, 10 ക്വസ്റ്റ്യനും 30 മാർക്കും ആണ് വരുന്നത്. അത് ഇംഗ്ലീഷ് ആണ്. പിന്നെ ഒരെണ്ണം നമുക്ക് ഇവിടെ പറയുന്നത് ലാംഗ്വേജ് കോമ്പറ്റൻസി ടെസ്റ്റ് ആണ്. അതെന്തായിരുന്നു? 1 അതർ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതായത് 22 ലാംഗ്വേജ് ഇല്ലേ, നമ്മുടെ 8th ഷെഡ്യൂളിൽ 25 ലാംഗ്വേജ് ഉണ്ട്. 22 ലാംഗ്വേജിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പൊ നമ്മളാവുമ്പോൾ എന്തായിരുന്നു, സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളമാണ് തിരഞ്ഞെടുക്കുക അല്ലെ. അപ്പൊ നമ്മളാവുമ്പോൾ മലയാളമാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ ഒരു മലയാളമാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പൊ അതിന് 10 ചോദ്യങ്ങളാണ്. 10 മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ആൻസർ ഇത് എത്ര മാർക്ക് ഉണ്ട്? 10 മാർക്കാണുള്ളത്. അങ്ങനെയാണ് എന്ത് വരുന്നത്? 100 ചോദ്യങ്ങളും 300 മാർക്കും വരുന്നത്. 100 ചോദ്യങ്ങളും 300 മാർക്കും വരുന്നത് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് എത്ര മിനിറ്റ്? ഇത് OMR ആണ്. ഇത് ടെസ്റ്റ് എങ്ങനെയാ വരുന്നത്? OMR ആണ്. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. OMR ബേസ്ഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് 1/3 നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ചോദ്യത്തിന് 3 മാർക്കാണ്. ഒരു ചോദ്യത്തിന് 3 മാർക്ക് ആയതുകൊണ്ട് ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് വീതം കുറയും. ഇതാണ് ഇവിടുത്തെ 1/3. ഇപ്പൊ നോർമലി PSCയിലൊക്കെ ആണെങ്കിൽ 1 മാർക്കാണ്. അതുകൊണ്ടാണ് 0.33 എന്ന് പറയുന്നത് നമ്മള്. പക്ഷെ ഇവിടെ എന്തായിരുന്നു? 3 മാർക്ക് ആയതുകൊണ്ട് 1/3 എന്ന് പറയുമ്പോൾ ഓരോ മാർക്ക് വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ ഓരോ മാർക്ക് വീതമാണ് ഇവിടെ കുറയുന്നത്. ഇനി ഇത് എത്ര സമയത്തിനുള്ളിൽ എഴുതി തീർക്കണം ചോദിച്ചു കഴിഞ്ഞാല് 120 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു 100 ചോദ്യങ്ങൾ എഴുതേണ്ടത്. 120 മിനിറ്റ് കൊണ്ടാണ് എഴുതി തീർക്കേണ്ടത് കേട്ടോ. അപ്പൊ 120 മിനിറ്റ് കൊണ്ട് 100 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ആദ്യഘട്ടം. ഇതാണ് പ്രിലിമിനറി നമുക്ക് പറയാം, അല്ലെങ്കിൽ Tier 1 എന്ന് നമുക്ക് പറയാം. ഇതാണ് ആദ്യത്തെ ഘട്ടം. ഈ ഒരു ആദ്യത്തെ ഘട്ടത്തില് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ? രണ്ടാമത്തെ ഘട്ടത്തിൽ പോയിട്ട് അവിടെയുള്ള എക്സാം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സാണ് രണ്ടാമത്തെ ഘട്ടം. അപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് രണ്ടാമത്തെ ഘട്ടത്തിന്റെ പരീക്ഷ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ സമയം കുറച്ചുകൂടി കൂടുതലാണ്. ഇവിടെ എത്ര സമയമാണെന്നറിയാമോ? 2.5 മണിക്കൂറാണ് നമുക്ക്. 2.5 മണിക്കൂറാണ് ഇവിടെ വരുന്നത്. ഓക്കെ, 2.5 വേണ്ട, നമുക്ക് ഇങ്ങനെ കൊടുക്കാം, അതല്ലേ 2.30. ഓക്കെ, അപ്പൊ 2.5 മണിക്കൂറാണ് ഇവിടെ മൊത്തത്തില് വരുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പരീക്ഷ? സാധാരണ ഒന്നില്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മാത്രം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവും കൂടി ഒരുമിച്ചുള്ള പരീക്ഷയാണ് രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവും വരുന്നുണ്ട്, ഒബ്ജക്റ്റീവും ഉണ്ട്. രണ്ടും കൂടി ഒരുമിച്ചാണ് ഇവിടെ വരുന്നത് രണ്ടാമത്തെ ടെസ്റ്റ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 60 ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഒബ്ജക്റ്റീവിന് 60 ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പം എത്ര മാർക്കാണ്? 60 മാർക്കാണ് വരുന്നത്. ഓക്കെ, 60 മാർക്കാണ് വരുന്നത്. അതായത് ഒരു ചോദ്യത്തിന് 1 മാർക്ക് വീതം. നേരത്തെ പോലെയല്ല, ഇവിടെ ഒരു ചോദ്യത്തിന് 1 മാർക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് വരുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് വരുന്ന എത്രയാണ്? 10 എണ്ണാണ്. 10 ചോദ്യങ്ങളാണ് വരുന്നത്. മാർക്ക് എത്രയാണ്? 40 മാർക്കാണ് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് 10 ചോദ്യങ്ങളും 40 മാർക്കുമാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ വരുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 2.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? 70 ചോദ്യങ്ങൾ എഴുതണം. അതായത് 60 ഒബ്ജക്റ്റീവും 10 ഡിസ്ക്രിപ്റ്റീവും, അങ്ങനെ 70 ചോദ്യങ്ങൾ. എത്ര മാർക്കാണ് വരുന്നത്?
100 മാർക്കിനുള്ളതാണ് വരുന്നത്. 100 മാർക്കിനുള്ളതാണ്. അപ്പൊ ഇതും കൂടി ക്ലിയർ ആകുമ്പോഴാണ് നമ്മൾ എക്സാം ക്ലിയർ ചെയ്തു നമ്മുടെ രണ്ടാമത്തെ തിയർ ക്ലിയർ ചെയ്യുമ്പോഴാണ് എക്സാം ക്ലിയർ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഇത്രയും പറയാനുള്ളത്. ഇനിയും ഒരുപാട് എക്സാംസ് ഉണ്ട് നമ്മൾ പറയാൻ കേട്ടോ. നമ്മുടെ PWC ഒരു കോഴ്സിനെ കുറിച്ച് പറയാം. നമുക്ക് 116 മണിക്കൂർ ലൈവ് ക്ലാസ് ഒരു AI കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളതാണ്. 26 hours ഓഫ് PWC പ്രോജക്റ്റും മെന്റർഷിപ്പും ഗസ്റ്റ് ലെക്ചേഴ്സും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ലോ കോഡ് നോ കോഡ് AI സൊല്യൂഷൻ ബിൽഡിംഗ് മൾട്ടി മോഡൽ AI വർക്ക് ഫ്ലോസ് നമുക്ക് PWCയുടെ AI കോഴ്സിൽ വരുന്നുണ്ട്. 12+ Gen AI ടൂൾസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. 15 മിനി പ്രോജക്ട്സ്, 1 capstone പ്രോജക്ട് +2 PWC പവർ പ്രോജക്റ്റ് ഒക്കെ നമുക്ക് ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഇതിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ രജിസ്റ്റർ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫുൾ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. ബൈ, അടുത്ത സെഷനിൽ കാണാം.